ഹൈപ്പും കിട്ടാത്തൊരു കടയിൽ കയറി ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ടുണ്ടോ ഗെയ്സ് നിങ്ങൾക്ക്? എങ്കിൽ എനിക്ക് അനുഭവം ഇന്നലെ ഉണ്ടായി. കാരണം എനിക്കാണെങ്കിൽ ഈ അറിയാത്ത കടകളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ടെൻഷൻ വരാറുണ്ട്. കാര്യം ഈ പരിചയമില്ലാത്ത കടകൾ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോഴത്തേക്ക് നല്ല ഫുഡായിരിക്കുമോ, ഫുഡ് ഇൻഫെക്ഷൻ അടിക്കുമോ എന്നൊക്കെയുള്ള പേടി എന്നെ ഭയങ്കര ടാലൻ്റ് എന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കയറിയത്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനായിരുന്നു തുടക്കത്തിൽ നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടത്. അപ്പം ഞങ്ങൾ അവിടുന്ന് അൽഫാമും അതുപോലെ ഫ്രൈഡ് ചിക്കനും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഞാൻ സൂപ്പർ ഡൂപ്പർ ഫുഡെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഹോംലി ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഒന്നും എനിക്കെന്നെ തോന്നിയില്ല. നമുക്ക് നോർമലി നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കഴിക്കുന്നത്, അത് സത്യം പറഞ്ഞാൽ ഞാനല്ല ഫസ്റ്റ് പറഞ്ഞത്, എൻ്റെ കൂടെ വന്ന ആളാണ് പറഞ്ഞിട്ട് ഒരു ഹോംലി ഫുഡ് കഴിക്കുന്ന ഫീൽ ഇല്ലെന്ന്. ശരിയാണ്. അപ്പോൾ എനിക്കും തോന്നി, ഞാനും തിങ്ക് ചെയ്തത് അങ്ങനെയാണ്. പിന്നെ അവൻ അവന് കൊടുത്ത ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് തിന്നു നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിലയിടത്ത് പോകുമ്പോൾ ഈ ഗ്രേവി ഐറ്റംസ് മേടിക്കാറില്ല. കാര്യം ഗ്രേവി എങ്ങനെ ആയിരിക്കും, നല്ലതായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പലയിടത്തും ഗ്രേവി അത്ര നന്നാവാറില്ല. പക്ഷേ ഇവിടെ എനിക്ക് അതുപോലെ സൂപ്പറായിട്ടാണ് തോന്നിയത്. ഒരു ഫുഡ് പോലും വേസ്റ്റ് ആയില്ല. ഞാൻ പ്രതീക്ഷ കണക്കല്ല. അപ്പം നമ്മൾ പല റെസ്റ്റോറൻറ്റോടും നമ്മൾ വിലയിരുത്തുന്ന കണക്കായിരിക്കില്ല അവിടെ ചെന്ന് കഴിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും സൂപ്പറായിരുന്നു. അവർ നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ വരുന്നത് കണ്ണനല്ലൂരിൽ നിന്ന് നമ്മൾ പെരുമ്പുഴയിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് SP ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് SM റെസ്റ്റോറൻ്റ് എന്നാണ് പേര്. അപ്പം നിങ്ങൾ അതുവഴി അങ്ങ് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറി നോക്കി എങ്ങനെയുണ്ടെന്ന് ഇപ്പം വിലയിരുത്താൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.